അങ്ങനെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് നേരെ അങ്ങോട്ട് എത്തുന്നു. പക്ഷെ അവളുടെ അച്ഛൻ വിചാരിക്കുന്നത് അയാളുടെ ഇളയ മകളുടെ വിവാഹത്തിന് പങ്കുചേരാനായിട്ടാണ് ഹീറോ അങ്ങോട്ട് എത്തിയിരിക്കുന്നത് എന്നാണ്. പക്ഷെ ആ പെണ്ണിനെ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഹീറോയുടെ ജീവൻ രക്ഷിച്ചത് ഹീറോയിൻ ആയതുകൊണ്ട് തന്നെ നേരെ വന്ന് കോടികളുടെ പ്രോപ്പർട്ടീസ് ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് കേട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഹീറോയിനും അന്തം വിട്ട് നിൽക്കാണ്. അപ്പൊ അവളുടെ അച്ഛൻ ഹീറോയുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്, എന്റെ മകള് ഇതാണ്, ഇവളെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണ് എന്ന് പറയുമ്പോൾ ഹീറോ അയാൾക്ക് നല്ല തുറന്നു കൊടുക്കുന്നു. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് അയാളോട് പറയുന്നു. അതിനുശേഷം ഹീറോ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഹീറോയിന് ഓൾറെഡി തന്നെ ഹീറോയെ പറ്റി അറിയാവുന്നത് കൊണ്ട് അമ്മയോട് മാത്രം പെർമിഷൻ ചോദിക്കുന്നു. അമ്മയും സമ്മതിക്കുന്നത് കൊണ്ടും മാത്രമല്ല ഇവളുടെ ബോയ് ഫ്രണ്ടിനെക്കാളും എന്തുകൊണ്ടും യോഗ്യനായതുകൊണ്ടും തന്നെ അവള് ആ ഒരു പ്രപ്പോസൽ സ്വീകരിക്കുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ അവളെയും കൂട്ടി സ്റ്റേജിലേക്ക് വന്ന് ഇന്ന് ഞങ്ങളുടെ വിവാഹ ദിവസമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി ഷോ കാണിക്കുക എന്ന് പറഞ്ഞ ഹീറോയിനെ കുറിച്ച് മോശം രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഹീറോ അവന് നല്ലത് പൊട്ടിക്കുന്നു.